ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. നാളെ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. യുവജനങ്ങളുമായി ഒത്തുചേർന്ന് അഴിമതിരഹിത ഭാവി കെട്ടിപ്പടുക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണം നൽകുന്ന സന്ദേശം. 2003 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര പൊതുസഭ അഴിമതിക്കെതിരായ ഐക്യരാഷ്ട്രസഭ കൺവെൻഷൻ അംഗീകരിക്കുകയും ഡിസംബർ 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അഴിമതി. അഴിമതി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു, അസ്ഥിരമായ സർക്കാരുകളെ സൃഷ്ടിക്കുന്നു, രാജ്യങ്ങളെ സാമ്പത്തികമായി പിന്നോട്ടടിക്കുന്നു. കൈക്കൂലി, സാമ്പത്തിക തട്ടിപ്പ്, നിയമവ്യവസ്ഥയെ സ്വാധീനിക്കൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ലോകം ഇന്ന് സങ്കീർണമായ വെല്ലുവിളികൾ, വർദ്ധിച്ചുവരുന്ന അരക്ഷിതാവസ്ഥ, ആഴത്തിലുള്ള അനീതി എന്നിവ നേരിടുകയാണ്. ഇവയിൽ പലതും അഴിമതിയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സംഘടിത കുറ്റകൃത്യങ്ങളും അഴിമതിയും തമ്മിലുള്ള ബന്ധം, AI ഉൾപ്പെടെ വികസിച്ചു വരുന്ന സാങ്കേതിക വിദ്യകളുടെ പ്രധാന പങ്ക് എന്നിവ ചർച്ച ചെയ്യുന്നതോടൊപ്പം സമാധാനപരവും സുരക്ഷിതവുമായ ഭാവിക്കായി അഴിമതിക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയും അഴിമതി വിരുദ്ധ ദിനാചരണത്തിലൂടെ വ്യക്തമാക്കുന്നു. അഴിമതിയെക്കുറിച്ചും സമൂഹത്തിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും അവബോധം വളർത്തുന്ന വക്താക്കൾ എന്ന നിലയിൽ, സമൂഹത്തിന്റെ സംരക്ഷകരെന്ന നിലയിൽ യുവജനങ്ങളുടെ പങ്ക് എടുത്തുകാണിക്കുന്നതാണ് ഈ വർഷത്തെ ദിനാചരണവും. കഴിഞ്ഞ വർഷത്തെ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനാചരണ പ്രമേയത്തിന്റെ തുടർച്ചയാണിത്. അഴിമതി നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. അഴിമതി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികളും നടന്നുവരുന്നു. അഴിമതിക്ക് അടിമപ്പെടുമ്പോൾ സമൂഹത്തിന് ധാർമ്മികത നഷ്ടപ്പെടുന്നതായും നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം ഇല്ലാതാകുന്നതായും കേരള ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. പൊതുസമ്പത്തിന്റെയോ പൊതുജനാധികാരത്തിന്റെയോ ചൂഷണമോ ദുരുപയോഗമോ ആണ് അഴിമതി. അഴിമതിക്ക് അടിമപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന് ധാർമ്മികതയും നൈതികതയും ആത്യന്തികമായി നഷ്ടപ്പെടുന്നു. ഭയമോ നിയമവ്യവസ്ഥയോട് ബഹുമാനമോ ഇല്ലാത്ത സമൂഹമായി അവർ പരിണമിക്കുന്നു. കൈക്കൂലി, സ്വജനപക്ഷപാതം, പൊതുസ്വത്ത് അപഹരിക്കൽ, സ്വന്തം കാര്യലാഭ്യത്തിനായി നിയമവ്യവസ്ഥയോ ഭരണക്രമത്തെയോ സ്വാധീനിക്കൽ എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള അഴിമതികളുണ്ട്. കേരളത്തിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെയായി പൊതുപ്രവർത്തകരുടെ അഴിമതിക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ശക്തമായ നിലപാടാണ് കേരള ലോകായുക്ത സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കെതിരെയുള്ള അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, ദുർഭരണം എന്നിവയാണ് പ്രധാനമായും കേരള ലോകായുക്തയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ നിക്ഷിപ്ത താൽപര്യത്തോടെ ഫയലുകളിൽ തീരുമാനമെടുക്കുന്നത് വൈകിപ്പിക്കുന്നതും അഴിമതിയുടെ ഭാഗമാണ്. ഇതും ലോകായുക്തയുടെ അന്വേഷണ പരിധിയിൽ വരും. കേരള ലോകായുക്തയ്ക്ക് അഡീഷണൽ DGPയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു ആഭ്യന്തര പോലീസ് അന്വേഷണ വിഭാഗം നിലവിലുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്തെ വിജിലൻസ് സംവിധാനം ഉപയോഗിച്ചോ ആന്തരിക വിജിലൻസ് സംവിധാനം ഉപയോഗിച്ചോ കേരള പോലീസിന്റെ സേവനം ഉപയോഗിച്ചോ മറ്റ് ഏത് ഉദ്യോഗസ്ഥന്റെ സേവനം ഉപയോഗിച്ചോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ലോകായുക്തയുടെ അന്വേഷണം നടത്തുന്നതിന് അഴിമതി നിരോധന നിയമം അനുസരിച്ചുള്ള സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അഴിമതിക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും കേരള ലോകായുക്തയെ സമീപിക്കുന്ന പരാതിക്കാരിൽ 90% താഴെത്തട്ടിലുള്ള സാധാരണക്കാരാണ്. ഇവരെ സഹായിക്കുന്നതിനായി പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അഴിമതിയുടെ തിക്തഫലങ്ങൾ ആത്യന്തികമായി അനുഭവിക്കേണ്ടി വരുന്നത് താഴെത്തട്ടിലുള്ള സാധാരണ ജനങ്ങളാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കാനും അഴിമതിയുടെ കറകൾ നീക്കി സാധാരണക്കാരനെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാനും ലോകായുക്തയുടെ പ്രവർത്തനവും ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിയമങ്ങൾ പലതുണ്ടെങ്കിലും ഇന്നും അഴിമതി പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിന് നമ്മുടെ ജനതയ്ക്ക് സാധിച്ചിട്ടില്ല. ഒരു പാരസൈറ്റ് പോലെ ഇന്നും ആ മഹാവിപത്ത് സമൂഹത്തെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്നു. അഴിമതി കണ്ടുകഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്നതിനും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും മുന്നണി പോരാളിമാരാകാൻ നമ്മുടെ യുവജനതയ്ക്ക് കഴിയണം. അതോടൊപ്പം എന്ത് വന്നാലും
അഴിമതി നടത്തുകയില്ലെന്നും അഴിമതി ഇല്ലായ്മ ചെയ്യുന്നതിന് നമ്മുടെ രാജ്യത്തുള്ള സംവിധാനങ്ങളുമായി ഒത്തുചേർന്ന് പ്രതിജ്ഞ ചെയ്യണം. ലോകായുക്ത സംവിധാനങ്ങളും വിജിലൻസ് സംവിധാനങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നതോടൊപ്പം അഴിമതി രഹിത സമൂഹത്തിനായി ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കാം. കാര്യക്ഷമമായ പരാതി പരിഹാര സംവിധാനങ്ങളില്ലാതെ സർക്കാരിനും അതിന്റെ ഭരണകൂടത്തിനും ഒരിക്കലും ഉത്തരവാദിത്തമുള്ളതും ഫലപ്രദവുമാകാൻ കഴിയില്ല. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാർ തലങ്ങളിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും സത്യസന്ധവും നീതിപൂർവവുമായ ഇടപെടലുകൾ ഒരുപോലെ പ്രധാനമാണ്. ഇതിലൂടെ തൊഴിലന്വേഷകർക്ക് ന്യായമായ അവസരങ്ങളും മാന്യമായ ജോലികളിലേക്കുള്ള പ്രവേശനവും ഉറപ്പാക്കുന്നു. ഇതിൽ യുവാക്കളുടെ പങ്കാളിത്തം സുതാര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഉത്തരവാദിത്തമുള്ളതുമായ തൊഴിലിടങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ചെറുപ്പം മുതലേ സമഗ്രതയുടെ സംസ്കാരവും അഴിമതിയെ ചെറുക്കുന്ന നീതിയും ധാർമ്മികതയുമുള്ള പെരുമാറ്റവും വളർത്തിയെടുക്കുന്നതിലും വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടുതൽ സുരക്ഷിതവും ഉത്തരവാദിത്തമുള്ളതും സുതാര്യവുമായ സമൂഹത്തെ ഒരുക്കിയെടുക്കാൻ പ്രാപ്തരായ തലമുറയെ രൂപപ്പെടുത്തുന്നതിലും വിദ്യാഭ്യാസത്തിന്റെ പങ്ക് ഒട്ടും ചെറുതല്ല. പൊതുജനങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയും അന്വേഷണങ്ങൾ നടത്തി നിയമം പാലിക്കുന്നത് നടപ്പിലാക്കുന്നതിലൂടെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായ സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സുതാര്യതയും ഉത്തരവാദിത്തബോധവും സൃഷ്ടിക്കുന്നത് അഴിമതി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി.കെ. രാമകൃഷ്ണൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. അധികാരമോ സ്ഥാനമോ സ്വാധീനമോ വ്യക്തിഗത നേട്ടങ്ങൾക്കായി തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് അഴിമതി. അഴിമതി ജനാധിപത്യ സംവിധാനത്തിനും നിയമവാഴ്ചയ്ക്കും സമൂഹത്തിൻ്റെ വികസനത്തിനും സദ്ഭരണത്തിനും ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ടാണ് നാം കാണുന്നത്. സർക്കാരിൻ്റെ പണവും വിഭവങ്ങളും അനധികൃത മാർഗത്തിലൂടെ കൈക്കലാക്കുന്നതും അഴിമതി തന്നെയാണ്. സത്യസന്ധമായും നീതിപൂർവകമായും നേരായ വഴിയിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അത്തരത്തിൽ ചെയ്തു കൊടുക്കാതെ അവരിൽ നിന്ന് പണവും മറ്റു പലതും അഴിമതിയിലൂടെ നേടുന്നു. കൈക്കൂലി, സ്വജനപക്ഷപാതം, വഞ്ചന, സത്യസന്ധത പുലർത്താതിരിക്കൽ, ലോബിയിങ്, അധികാരത്തെയും സമ്പത്തിനെയും ദുരുപയോഗം ചെയ്യൽ, ഇതെല്ലാം അഴിമതിയിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2005 നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കിയ വിവരാവകാശ നിയമം ഒരു പരിധിവരെ അഴിമതിയെ നിയന്ത്രിക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. ഭരണ സംവിധാനം സുതാര്യമാക്കി അഴിമതി തടയുക എന്നതാണ് വിവരാവകാശ നിയമവും ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായും സ്വകാര്യത അഴിമതി വളരാൻ വളരെ അവസരമൊരുക്കുന്നുണ്ട്. അതിനാൽ സുതാര്യതയും ഉത്തരവാദിത്വബോധവും സൃഷ്ടിച്ചാൽ അത് കുറയ്ക്കാനാവുന്നതാണ്. സർക്കാരിൻ്റെ വിവരങ്ങളും രേഖകളും പ്രവൃത്തികളും നിരീക്ഷിക്കുവാനും അവയുടെ പകർപ്പുകൾ ശേഖരിക്കുവാനും വിവരാവകാശ നിയമത്തിലൂടെ സാധ്യമാവുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ അഴിമതിയെ അളക്കുന്നതിനുള്ള ഒരു സൂചകമാണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് അഥവാ അഴിമതി ധാരണ സൂചകം. ജർമ്മനിയിലെ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന സംഘടനയാണ് ഓരോ വർഷവും അഴിമതിയെക്കുറിച്ചുള്ള ഈ അവബോധ കണക്ക് തയ്യാറാക്കുന്നത്. സുതാര്യതയും ജനങ്ങളുടെ ജാഗ്രതയും നിരീക്ഷണവും അഴിമതി കുറയ്ക്കാൻ സഹായിക്കും. അഴിമതി നിർമ്മാർജ്ജനത്തിന് സർക്കാർ മേഖലയിൽ ഒട്ടേറെ സംവിധാനങ്ങളുണ്ടെങ്കിലും ജനങ്ങളുടെ നിതാന്ത ജാഗ്രതയും നിരീക്ഷണവും സാമൂഹ്യ ഓഡിറ്റിങ്ങും കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ അഴിമതിയെ തടയിടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാവി കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ അഴിമതി കുറയ്ക്കാൻ യുവതലമുറയ്ക്ക് വളരെയധികം പങ്കുവഹിക്കാൻ കഴിയുന്നതാണ്. സമൂഹത്തിൻ്റെ മറ്റു ശ്രേണിയിലുള്ള ജനങ്ങളുമായി ചേർന്നുകൊണ്ട് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ അഴിമതിയെ ഒരു തരത്തിലെങ്കിലും തടയിടാൻ സാധിക്കും. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും നിയമവിരുദ്ധമായ സാമ്പത്തിക ഒഴുക്ക് തടയുന്നതിനും പൊതുവിഭവങ്ങൾ സുതാര്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ശക്തമായ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണ്. സർക്കാരുകൾ സത്യസന്ധതയോടെ പ്രവർത്തിക്കുമ്പോഴാണ്, പൊതുസേവനങ്ങൾ ആവശ്യമുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് ഈ സ്ഥാപനങ്ങൾ ന്യായമായി പ്രവർത്തിക്കുന്നു എന്ന് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അഴിമതിക്കെതിരെ സർക്കാർ ജീവനക്കാരെ ബോധവൽക്കരിക്കുക, വിവിധ വകുപ്പുകളിലെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാരെ പരിശീലിപ്പിക്കുക, മിന്നൽ പരിശോധനകൾ, ട്രാപ്പുകൾ എന്നിവ നടത്തുക, വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യുക,
പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങളും പരാതികളും സ്വീകരിക്കുക എന്നീ നടപടികളിലൂടെ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ശക്തമായി രംഗത്തുണ്ട്. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ DIG കെ കാർത്തിക് വാർത്താ തരംഗിണിയോട്. സമൂഹത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിപത്താണ് അഴിമതി. അതൊരു രോഗം പോലെ എല്ലാ മേഖലകളിലും പടരുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഇല്ലാതാക്കാനും നിയമവാഴ്ചയെ ദുർബലപ്പെടുത്താനും പൗരന്മാരുടെ അവകാശങ്ങളെ നിഷേധിക്കാനും അഴിമതിക്ക് കഴിയും. വികസനത്തിനായുള്ള പണം അർഹതപ്പെട്ടവരിലേക്ക് എത്താതെ വഴിതിരിച്ചു വിടുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ തകരുന്നത് ഒരു ജനതയുടെ വിശ്വാസമാണ്. അഴിമതിക്കെതിരായ പോരാട്ടം എന്നത് എന്തെങ്കിലും ഒരു സർക്കാർ ഏജൻസിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് ഓരോ പൗരന്റെയും കടമയാണ്. മാറ്റം തുടങ്ങേണ്ടത് നമ്മിൽ നിന്ന് തന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും കൈക്കൂലിയോ വഴിവിട്ട സ്വാധീനങ്ങളോ ഒഴിവാക്കിക്കൊണ്ട് നമുക്കും ഈ പോരാട്ടം തുടങ്ങാം. സത്യസന്ധത, സുതാര്യത, ഉത്തരവാദിത്വ ബോധം എന്നിവ മുറുകെ പിടിച്ചുകൊണ്ട് ആയിരിക്കണം പൗരന്റെ ജീവിതം. അഴിമതിയെ ഇല്ലാതാക്കാൻ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട്. അഴിമതി കണ്ടാൽ കണ്ണടയ്ക്കാതെ ധൈര്യപൂർവം അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയണം. സത്യസന്ധരായ ഒരു പുതിയ തലമുറയായി നമ്മൾ വളരുമ്പോൾ അഴിമതി രഹിതമായ ഒരു നാൾക്ക് നമുക്ക് പ്രതീക്ഷ നൽകാനാകും. നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. അതിനെ പിന്തുണയ്ക്കുക, നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിക്കുക, അഴിമതിക്കെതിരെ നിലകൊള്ളുന്നവരെ പിന്തുണയ്ക്കുക, ഇതെല്ലാം നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമാണ്. അഴിമതി രഹിതമായ ഒരു ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദു യുവാക്കൾ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വർഷത്തെ അഴിമതി വിരുദ്ധ ദിനാചരണ പ്രമേയം. യുവശബ്ദം ശ്രദ്ധിക്കുകയും അവരുടെ നേതൃത്വത്തെ പിന്തുണയ്ക്കുകയും അവർക്ക് അർത്ഥവത്തായ ഒരു സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ഉത്തരവാദിത്തം ശക്തിപ്പെടുത്താനും സമഗ്രത ഉയർത്തിപ്പിടിക്കാനും അഴിമതിയെ പ്രതിരോധിക്കുന്ന സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും യുവാക്കളെ പ്രാപ്തരാക്കാൻ നമുക്ക് സാധിക്കും. കൊല്ലം ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും പരിസ്ഥിതി പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ബോറിസ് പോൾ. അഴിമതി എന്നത് പൊതുസമ്പത്തിന്റെയോ പൊതു അധികാരത്തിന്റെയോ ചൂഷണമോ ദുരുപയോഗമോ ആണ്. അഴിമതി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളെ ദോഷകരമായി ബാധിക്കുകയും പ്രത്യേകിച്ചും സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് അവസരങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അഴിമതി ഇല്ലാതാക്കാൻ പ്രധാന ദൗത്യം വഹിക്കേണ്ടത് പൗരന്മാരാണ്. അഴിമതി വിരുദ്ധ പ്രവർത്തനം എന്നത് സമൂഹത്തിൽ നിന്നും അഴിമതി ഇല്ലാതാക്കാനും അത് തടയാനുമുള്ള എല്ലാ ശ്രമങ്ങളുമാണ്. ഇതിന് നമുക്ക് പല മാർഗങ്ങളും അവലംബിക്കാവുന്നതാണ്. അഴിമതി നിരോധന നിയമം, വിവരാവകാശ നിയമം എന്നിങ്ങനെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ പൗരന്മാരും തയ്യാറായാൽ, അതിലൂടെ പൗരന്മാരും സർക്കാരും ഒത്തുചേർന്നാൽ അഴിമതി ഇല്ലാതാക്കാൻ ഉള്ള വലിയൊരു നടപടിയായി അത് മാറുന്നതാണ്. സമഗ്ര ഭാവി രൂപപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലൂടെയാണ്. അഴിമതി വിരുദ്ധ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അടുത്ത തലമുറയെ കൂടി ഉൾപ്പെടുത്തുന്നതിലും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിലും സുതാര്യതയും ഉത്തരവാദിത്തവും ഉയർത്തിപ്പിടിക്കുന്ന ഭരണനിർവഹണവും സ്ഥാപന സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിലുമാണ് ഇതിന്റെ വിജയം. ധീരമായി തെറ്റുകൾ തുറന്നു പറയുകയും അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നവർക്ക് ശക്തമായ സംരക്ഷണം നൽകേണ്ടതും അത്യാവശ്യമാണ്. അഴിമതി എന്ന ആഗോള പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, സമൂഹത്തിലെ ഓരോ പൗരനുമുണ്ട്. സമൂഹത്തിൽ അഴിമതി തടയുന്നതിന് ചെറുപ്പക്കാർ, പ്രായമായവർ തുടങ്ങി ഓരോ വ്യക്തികൾക്കും പങ്കുണ്ട്. അഴിമതിക്കെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള നയങ്ങളും സംവിധാനങ്ങളും നടപടികളും രാജ്യങ്ങളിൽ ഉണ്ടാവുകയും വേണം. അവസരങ്ങളെ തടയാത്ത, പുരോഗതിയെ ദുർബലപ്പെടുത്താത്ത, വിശ്വാസത്തെ ഇല്ലാതാക്കാത്ത രാജ്യത്തിന്റെ സമഗ്രമായ ഭാവി എന്ന ലക്ഷ്യത്തിനായി സർക്കാരും നമ്മൾ പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.